ഈ വചന പഠനത്തിൽ എനിക്ക് നിങ്ങളോട് ഒരുമിച്ച് കർത്താവ് നൽകിയ ഈ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഞാൻ ഇന്ന് ഒരു സങ്കീർത്തനമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാം നമ്പർ 93, 93-ാമത്തെ സങ്കീർത്തനം. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. കർത്താവ് കൃപ നൽകുന്ന പോലെ ആ വേദഭാഗങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 93-ാം സങ്കീർത്തനം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻ തിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. സഹായിക്കട്ടെ. നമുക്ക് ഓരോ കാര്യങ്ങൾ ആ വാക്യത്തിലെ ഒന്ന് ചിന്തിച്ചു പോകാം. നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കാം. ദ ലോർഡ് റെയിൻസ് എന്നൊരു ഹെഡിങ് കൊടുക്കാം. അല്ലെങ്കിൽ ദ അബ്സല്യൂട്ട് റെയിൻ ഓഫ് ഗോഡ് എന്ന് മറ്റൊരു ഹെഡിങ്ങും അതിന് സൂട്ടബിൾ ആണ്. വേറൊരു ഹെഡിങ് ദ സോവറിൻ റെയിൻ ഓഫ് ഗോഡ്. ഇത് മൂന്നും ഒരർത്ഥം തന്നെയാണ്. ഈ മൂന്ന് പദങ്ങൾ ഞാൻ ഇന്നത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ റിപ്പീറ്റ് ചെയ്യും. ഈ സങ്കീർത്തനം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി, വെരി സീരിയസ് ആയിട്ടുള്ള വരികളാണ് അതിനകത്ത് എഴുതിയേക്കുന്നതെല്ലാം. ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മുടെ കർത്താവ് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറയുമായിരുന്നു. ട്രൂലി ട്രൂലി ഐ സേ ടു യു, അല്ലെ? നമ്മൾ പ്രത്യേകിച്ച് ഗോസ്പൽ ഓഫ് ജോണിലൊക്കെ വായിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇനിയും ഞാൻ പറയാൻ പോകുന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. അതാണ് ട്രൂലി ട്രൂലി ഐ സേ ടു യു. ആ ഒരു ആശയത്തിൽ സാം 93 വന്നു കഴിഞ്ഞാൽ എല്ലാ വാക്യത്തിനും മുമ്പ് നമ്മൾ അത് പറയണം. ട്രൂലി ട്രൂലി ഐ സേ ടു യു, ഗോഡ് റെയിൻസ്. ആ ഒരു ആശയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ ആരംഭഭാവം അല്ല, ആദ്യത്തെ 4 വാക്യങ്ങൾ, അതിന്റെ 5-ാം വാക്യത്തിന്റെ ആരംഭം വരെ ദ സോവർണിറ്റി ഓഫ് ഗോഡ്. ദൈവമാണ് വാഴുന്നത്, ദൈവമാണ് റൂൾ ചെയ്യുന്നത്, അവിടുന്നാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ ലാസ്റ്റ് ലൈൻ, സാം 93 ലാസ്റ്റ് ലൈൻ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു ആശയം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഡിവൈൻ സോവർണിറ്റി ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. ഇന്ന് ചില ആളുകൾ സോവർണിറ്റിക്ക് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാധാന്യത കൊടുക്കുകയും വേറെ ഒരു ഗ്രൂപ്പ് ആളുകൾ ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റിക്ക് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകുകയും ചെയ്യും. പക്ഷെ അങ്ങനല്ല. ഒരു ദേവദാസൻ പറഞ്ഞത്, ഈ ദിസ് ഈസ് എ പാരലൽ ട്രൂത്ത്, ടിൻ ട്രൂത്ത്, ഡിവൈൻ സോവർണിറ്റി ആൻഡ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി. വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഫുള്ളി. കർത്താവിലേക്ക് ചെല്ലുന്നിടം വരെ നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഒരു ട്രെയിൻ നമ്മൾ ട്രാക്കിൽ വരുന്നത് കാണുമ്പോൾ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ട്രെയിൻ വരികയാണ്. പക്ഷേ ആ ട്രെയിനെ നമ്മളൊന്ന് അതിന്റെ വീലയിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ അറിയാം 2 ട്രാക്കിലാണ് അത് വരുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ 2 ഡിവൈൻ ട്രൂത്ത് ഒരുപോലെ പോണം. അതുകൊണ്ട് ആ ഒരു നിലയിലുള്ളൊരു സന്ദേശമായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. അങ്ങനെങ്കിൽ ഒരു ഡിവൈൻ സോവർണിറ്റിയെ പറ്റി ഒരാൾ പറഞ്ഞിങ്ങനെയാണ്, ഡിവൈൻ സോവർണിറ്റി സിംപ്ലി മീൻസ് ഗോഡ് ഈസ് ഗോഡ്. അതാണ് അദ്ദേഹം കൊടുത്ത അർത്ഥം. വേറൊരു ഭക്തനായ ദേവദാസൻ പറഞ്ഞത്, ദ സോവർണിറ്റി ഓഫ് ഗോഡ് ഈസ് ദ ഫേവറേറ്റ് ഡോക്ട്രിൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ട്രിനാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെങ്കിൽ എന്താ നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്കുകളും ഞാൻ ദൈവം കൃപ നൽകുന്ന പോലെ വിവരിക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്താ വേണം. What is sovereignty means? Sovereignty means God alone is the ruler over heaven and earth. God does as he pleases, when he pleases, where he pleases, how he pleases, with whom he pleases. നോക്കൂ, അങ്ങനെങ്കിൽ തന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യുന്ന ഒരു ദൈവം. അതാണ് അതിന്റെ അർത്ഥം. എഫീഷ്യൻസ് 1:11 നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ എല്ലാം ചെയ്യുന്നവൻ. തന്റെ ഹിതത്തിന്റെ ആ ഇറ്റേണൽ കൗൺസിൽ അനുസരിച്ച് എല്ലാം ചെയ്യുന്ന ദൈവം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ടോട്ടൽ അർത്ഥം there is nothing out of his control. God has a master plan for everything. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്, ദൈവം God causeth all things work together for our good and for his glory. God causeth all things. അതിന് ഒരു വ്യത്യാസവും ഇല്ല. God causeth all things. നോക്കൂ, അങ്ങനെയെങ്കിൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എന്ത് നടന്നാലും അവർ ഗോഡ് റെയിൻസ്. ദിസ് ഈസ് ദ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. ഈ ഒരു ലെൻസിൽ വേണം എന്ത് നടന്നാലും നമ്മൾ കാണേണ്ടത്. അവർ ഗോഡ് റെയിൻസ്, ദൈവം വാഴുന്നു. നമ്മൾ വേറൊരു ടേം ഉപയോഗിച്ച് പറയാറുണ്ട്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അത് തന്നെയാ ഗോഡ് റെയിൻസ്. ഒരു ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്നുള്ളത് ഈ ലെൻസിനകത്തൂടെ നോക്കുമ്പോൾ അവർ ഗോഡ് റെയിൻസ്. ദിസ് ഈസ് ആങ്കർ ഓഫ് അവർ സോൾ, റൈറ്റ്? ഇത് നമ്മുടെ ഹൃദയത്തിന് എന്തോ ഒരു ആശ്വാസമാണ്. ഒരു കർത്താവിൽ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ആനന്ദം എന്നാണെന്നറിയാമോ? അവർ ഗോഡ് റെയിൻസ്, ഹീ ഈസ് ഓൺ ദ ത്രോൺ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ സങ്കീർത്തനത്തെ ഒന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ടു വേഴ്സസ് the sovereign reign of God, the sovereign reign of God. Verses 3 and 4, the sinful rebellion against God. The sinful rebellion against God. Third, verse 5, the sure revelation of God. ഒന്നാമത്തേത് ദൈവം വാഴുന്നു, ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ. 3-4 വാക്യം മനുഷ്യന്റെ പാപം നിറഞ്ഞ ദൈവത്തോടുള്ള മത്സരം. മൂന്നാമത്തേത് ദൈവിക വെളിപ്പാടിന്റെ ഉറപ്പ്. മൂന്നായിട്ട് ഈ സങ്കീർത്തനം ഡിവൈഡ് ചെയ്തു. അത് നിങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പോകുന്നേ. രണ്ടാം സങ്കീർത്തനം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മറന്നു പോകാതെ കാണണം എന്ന് പറഞ്ഞ പോലെ ഈ 93 സങ്കീർത്തനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നോക്കൂ, അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഡിവൈഡ് ചെയ്ത വേദഭാഗത്തെ ഒന്ന് പരിശോധിക്കാം. നോക്കൂ, 93 verse 1, the Lord reigns. അങ്ങനെയാണ് ആ വാക്യം തുടങ്ങുന്നത്, the Lord reigns. ഇത് വാസ്തവത്തിൽ ഇവിടെ മാത്രമല്ല ഈ വാക്യം ഉള്ളത്. ഞാൻ സങ്കീർത്തനങ്ങളിലെ മാത്രം ഒന്ന് കാണിച്ചു തരാം. Psalm 93 verse 1 the Lord reigns എന്ന് വായിക്കുന്നത്. ഒരു പേജൂടെ മറിച്ച് Psalm 96 verse 10 തന്നെ വായിക്കുന്നത്. Psalm 96 verse 10, the Lord reigns. നിങ്ങൾ കണ്ടോ, 96:10 അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു, the Lord reigns. 97 verse 10 വായിച്ചു നോക്കിയാൽ 97 verse 10 അവിടെയും നമ്മൾ കാണുന്നത് യഹോവ 97 അല്ല 96 verse 10. അടുത്തത് 97 verse 1, 97 verse 1 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, the Lord reigns. റെഫറൻസ് തെറ്റിപ്പോകരുത്. 93 verse 1 നമ്മൾ വായിച്ച വാക്യം. Second, 96 verse 10. Third, Psalm 97 verse 1, യഹോവ വാഴുന്നു എന്ന് പറഞ്ഞാണ് ആ വാക്യം തുടങ്ങുന്നത്. Psalm 99 verse 1 Psalm 99 verse 1, the Lord reigns. അങ്ങനെയെങ്കിൽ ഈ ട്രൂത്ത് എന്നുള്ളത് the Lord reigns is repeated in these Psalms. ഈ സങ്കീർത്തനങ്ങൾക്കകത്തെല്ലാം ദൈവം വാഴുന്നു, ലോർഡ് റെയിൻസ്. അല്പം കൂടെ ഗ്രാമാറ്റിക്കലി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ യാഹ്വേ റെയിൻസ് എന്നത് എല്ലായിടത്തും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ട്രിൻ അല്ല, ഇറ്റ് ഈസ് എവ്രിവെയർ ഇൻ ദ സ്ക്രിപ്ചർ. എല്ലായിടത്തും. ഇത് പ്രൊഫറ്റിക്കൽ ബുക്കിനകത്താണെങ്കിൽ, ആദ്യത്തെ 5 പുസ്തകങ്ങൾക്കകത്താണെങ്കിൽ, ബുക്ക് ഓഫ് റെവലേഷൻ ആണെങ്കിൽ, അവിടെ എല്ലാം ഈ ഒരു സത്യം വളരെ സ്ട്രോങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മലകളെക്കായിട്ടും വലുതാണല്ലോ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്ന പോലെ, ഇത് ദിസ് ഈസ് ദ മൗണ്ട് എവറസ്റ്റ് ഓഫ് ഓൾ അതർ ഡോക്ട്രിൻസ്. അത്ര ഉയർന്നു നിൽക്കുന്ന ഒരു സത്യം, അവർ ലോർഡ് റെയിൻസ്. ഇനിയും ഞാൻ ആ വാക്യത്തെ 1-2 വേഴ്സസ് 1 and 2 നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഐ വാണ്ട് ടു സെറ്റ് ബിഫോർ യു 8 words that help us more carefully to define the absolute reign of God, the sovereign reign of God. 8 വാക്കുകൾ ഞാൻ ആ 2 വാക്യത്തിൽ നിന്ന് പറയാം. അത് മനസ്സിലാക്കുമ്പോൾ ആ 2 വാക്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ആ വാക്യത്തിൽ തന്നെ നിന്ന് ചില പദങ്ങൾ അവിടുന്ന് ഡിറൈവ് ചെയ്യാം. നമ്മൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ വാഴുന്നു,
ആ പദം നോക്കിയേ, ഗോഡ് റെയിൻസ് എക്സ്ക്ലൂസീവ്ലി, അതാണ് ആദ്യത്തെ വാക്ക്, ഗോഡ് റെയിൻസ് എക്സ്ക്ലൂസീവ്ലി. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം, ദാറ്റ് വേഴ്സ് ഡസ് നോട്ട് സേ സൈറ്റാൻ റെയിൻസ്, നമ്മൾ അങ്ങനെ കാണുന്നില്ല. മെൻ റെയ്സ് എന്ന് നമ്മളവിടെ കാണുന്നില്ല. ഹ്യൂമൻ ബീയിങ് ഓൺ പവർ എന്ന് നമ്മളവിടെ കാണുന്നില്ല. സർക്കംസ്റ്റാൻസസ് ആണ് റൂൾ ചെയ്യുന്നത് എന്ന് നമ്മളവിടെ കാണുന്നില്ല. ദർ ഇസ് നോ സച്ച് തിങ്സ് ആസ് ആൻ ആക്സിഡന്റ്, അങ്ങനെ ഒരു കാര്യം നമ്മുടെ വാക്യത്തിൽ കാണുന്നില്ല. ഫോർച്യൂൺ ആണെന്നോ ലക്കാണെന്നോ നമ്മളവിടെ കാണുന്നില്ല. ദ ലോർഡ് റെയിൻസ്, ദ ലോർഡ് റെയിൻസ് എക്സ്ക്ലൂസീവ്ലി, അതാണ് ആ വാക്യത്തിന്റെ ഒരർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ നോക്കിയേ, ഈ ദൈവവും പിശാചും കൂടെ ഒരുമിച്ചാണ് ഭരിക്കുന്നത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് ഈസ് റൂളിംഗ് ടുഗദർ, അങ്ങനെ ഒരു മീനിങ്ങും നമുക്ക് അവിടെ കാണുന്നില്ല. ദർ ഈസ് ഓൺലി വൺ ഹൂ റെയിൻ, ദാറ്റ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് അലോൺ. വെരി ക്ലിയർ ആണ്, യഹോവ വാഴുന്നു. അങ്ങനെയെങ്കിൽ ഫ്ലോറിഡയിലെ ഗവർണർ അല്ല, വാഷിംഗ്ടണിലെ ഗവർണർ അല്ല, ലോകത്തിലെ ഒരു പവറും അല്ല, ദൈവം വാഴുന്നു. അത് ആ ഒരു സ്ട്രോങ് ഡോക്ട്രിൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ദൈവാശ്രയത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ നമുക്ക് തളർന്നു പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞേക്കുകയാണ്, അവർ ലോർഡ് റെയിൻസ്. നോക്കൂ, സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഡെമോക്രസി അല്ല തിയോക്രസി ആണ് എന്ന് പറയാറുണ്ട്. നോക്കിയേ, ദ ലോർഡ് റെയിൻസ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേർഡ്. രണ്ടാമത്തേത്, ദ ലോർഡ് റെയിൻ കോൺസ്റ്റന്റ്ലി. നിങ്ങൾ അവിടെ ആ വാക്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ, ദ ലോർഡ് റെയിൻസ് എന്നെഴുതിയേക്കാം അല്ലെ, യഹോവ വാഴുന്നു. അങ്ങനെയെങ്കിൽ എന്താണ്? പ്ലീസ് ലുക്ക് അറ്റ് ദ വെർബ് ടെൻസ്. ആ വാക്യത്തിന്റെ വെർബ് എന്ന് നോക്കിയേ, അത് ഇന്നലെ നടന്നുപോയ കാര്യമായിട്ടല്ല, നാളെ നടക്കാൻ പോകുന്ന കാര്യമായിട്ടുമല്ല. ദ ലോർഡ് റെയിൻസ് കോൺസ്റ്റന്റ്ലി എന്ന് പറഞ്ഞാൽ ദാറ്റ് വെർബ് ടെൻസ് ഇൻഡിക്കേറ്റ് every moment of every day Lord reigns. ഞാൻ വായിച്ച അതേ ആ വെർബ് ടെൻസ് തന്നെയാണല്ലോ അല്ലെ നിങ്ങളും വായിക്കുമ്പോൾ ലഭിക്കുന്നത്, അവർ ലോർഡ് റെയിൻസ് കോൺസ്റ്റന്റ്ലി. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ അറിയാം, പഴയ നിയമത്തിൽ ദൈവം വാണു എന്നല്ല, ഭാവിയിൽ നമ്മുടെ കർത്താവ് എൻത്രോൺമെന്റായി സിംഹാസനസ്ഥനായി വാഴുവെന്നുമല്ല വാക്യം. നമ്മളോട് വായിക്കുന്നത് ലോർഡ് റെയിൻസ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, ഹി ഈസ് ഓൾവേസ് ഓൺ ദ ത്രോൺ. അതാണ് അതിന്റെ അർത്ഥം. ഗോഡ് റെയിൻസ് എക്സ്ക്ലൂസീവ്ലി ആൻഡ് ദ ലോർഡ് റെയിൻസ് കോൺസ്റ്റന്റ്ലി. നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഗോഡ് റെയിൻസ് ഇൻ ബാഡ് ഡേയ്സ് ആൻഡ് ഗുഡ് ഡേയ്സ്. ഗോഡ് റെയിൻസ് ഇൻ prosperity and God reigns in adversity. God's reigns in all the situations and all the circumstances. ആ വാക്യത്തിന്റെ വെർബ് ടെൻസ് അങ്ങനെയാണ്, യഹോവ വാഴുന്നു. മൂന്നാമത്തേത്, ആ മൂന്നാമത്തെ വാക്ക് അവിടെ തന്നെയുണ്ട്, ദ ലോർഡ് റെയിൻസ് ആക്റ്റീവ്ലി. അതിന്റെ അർത്ഥം ദൈവം സജീവമായിട്ട് വാഴുകയാണെന്ന്, സജീവമായിട്ട് വാഴുന്നു. അല്പം കൂടെയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ദ ലോർഡ് ഈസ് നോട്ട് എ മിയർ സ്പെക്ടേറ്റർ, ഹി ഈസ് നോട്ട് എ ഒബ്സർവർ, ഹി ഈസ് ഇൻ ആക്ഷൻ. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഒരു കാഴ്ചക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്സർവറായിട്ടോ ഒരു നിരീക്ഷകനായിട്ടോ ഹ്യൂമൻ ഹിസ്റ്ററിയെ നോക്കി കർത്താവ് ഇരിക്കുന്ന ഒരാളായിട്ടല്ല വാക്യം പറഞ്ഞേക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ദിസ് ഈസ് ആൻ ആക്റ്റീവ് വർക്ക്. The Lord reigns. ഒരു കർത്താദാസൻ പറഞ്ഞൊരു വാചകം ഞാൻ അല്പം മുമ്പ് ആവർത്തിച്ചൊരു വാക്യമാണ്, Romans 8:28, God causes all things work together for our good. That verse still in the Bible അല്ലേ? ആ വാക്യം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, തിരുവഴുത്തിനകത്ത് തന്നെ ഉണ്ട്. നോക്കിയേ, കോൺസ്റ്റന്റ് ആയിട്ട് മാത്രമല്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രമല്ല, ലോർഡ് റെയിൻസ് ആക്റ്റീവ്ലി. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തിലും ആ വേദനയിലും ആ സന്തോഷത്തിലും ആ പ്രോസ്പെരിറ്റിയിലും ആ അഡ്വേഴ്സിറ്റിയിലും ഹി ഈസ് ആക്റ്റീവ്. നമുക്കൊരു പക്ഷേ കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം ഉണ്ടെങ്കിലേ ആ നിലയിൽ തിരുവഴുത്തിനെ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നത് നമ്മുടെ ഭാഗത്തിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഗോഡ് ഈസ് ആക്റ്റീവ്ലി ഗവേണിംഗ്, ഗോഡ് ഈസ് ആക്റ്റീവ്ലി അഡ്മിനിസ്ട്രേറ്റിംഗ്, ഗോഡ് ഈസ് ആക്റ്റീവ്ലി ഡിക്ലെയറിംഗ്.
സ്റ്റിയറിംഗ്, ഓവർ റൂളിംഗ് എവറി മൊമെന്റ് ഓഫ് എവറി ഡേ. സത്യത്തിൽ ഈ ഒരു സത്യം നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ബോധ്യപ്പെടുത്താൻ ദൈവാത്മാവിനാൽ സാധിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യ ജീവിതം എത്ര അനുഗ്രഹമായിരിക്കും അറിയാം. നാലാമത്തെ കാര്യം ആ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരു വാക്യത്തിനകത്തുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് കിങ് കൗണ്ടിയുടെ പോലീസ് ജൂറിസ്ട്രിക്ഷനിലുള്ള ഏരിയ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. പ്ലെയിൻ ആയിട്ട് എഴുതി വെച്ചേക്കുകയാണ് ദ ലോർഡ് റെയിൻസ്. അതിന്റെ അർത്ഥം ദ ഫോർത്ത് വേർഡ്, ഹി ഈസ് റെയിനിങ് കോംപ്രിഹെൻസീവ്ലി. എല്ലായിടത്തും നോ ബൗണ്ടറി സെറ്റ് ഓൺ ദ ലോർഡ്സ് റെയിൻ. നോക്കൂ, ദൈവത്തിന്റെ റെയിന് യാതൊരു പരിധിയും വെച്ചിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. യാതൊരു പരിധിയും നമ്മളിവിടെ കാണുന്നില്ല. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഈ കാര്യം നടക്കുന്നിടത്ത് ദൈവം വാഴുന്നു, അല്ലെങ്കിൽ ആ കാര്യം നടക്കുന്നിടത്ത് ദൈവം വാഴുന്നു, അങ്ങനല്ല. വെരി കോംപ്രിഹെൻസീവ് ആയിട്ട് പറഞ്ഞേക്കുകയാണ്, there is no boundary set on the Lord's reign. ഒരു ബൗണ്ടറിയും വെക്കാതെ ആ വാക്യം വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുകയാണ്, ദൈവം വാഴുന്നു. അങ്ങനെങ്കിൽ he reigns every nation, he reigns every nature, he reigns every circumstances, he reigns every events, he reigns every human soul, every human will, every heart of human being. The Lord reigns comprehensively. ഒരു ദൈവദാസൻ പറഞ്ഞ വാചകം ഇതാണ്, there is no maverick molecule in the entire universe. താതനില്ലാത്ത, പിതാവില്ലാത്ത ഒരു സാധനവും ലോകത്തിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പം ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ ഗോഡാണ് റൂൾ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഞാൻ പ്രോവർബിനകത്തുനിന്ന് 2 വാക്യം നിങ്ങളിന്ന് കാണിച്ചു തരാം. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള, സ്മോൾ ആയിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് നമ്മുടെ ദൃഷ്ടിയിൽ ഏറ്റവും വലിയ കാര്യം. പ്രോവർബ് 21:1 എന്ന് നോക്കിയേ. പ്രോവർബ് 21:1 നമ്മളിങ്ങനെയാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്, The king's heart is like channels of water in the hands of the Lord. He turns it wherever he wishes. വാക്യം കണ്ടല്ലോ. അത് നമ്മുടെ നോട്ടത്തിൽ ഈ പ്രസിഡന്റിനെയൊക്കെ നീക്കുകയും പഴിക്കുകയും ചെയ്യുന്ന വലിയ കാര്യമാണ്. പക്ഷെ ബൈബിൾ എഴുതി വെച്ചേക്കാണ്, അത് ചെയ്യുന്നത് ദൈവമാണ്. ഇനിയും 16:33 എന്ന് നോക്കിയേ. പ്രോവർബ് 16:33 അതൊരു ചെറിയ കാര്യം അവിടെ പറഞ്ഞേക്കുന്നത്. The lot is cast into the lap, but its every decision is from the Lord. ചീട്ട് മടിയലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയ്ക്കുള്ളത്. അതൊരു ലീസ്റ്റ് കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കോംപ്രിഹെൻസീവ് ആയിട്ട് ദൈവമാണ് റൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിലെ ഏറ്റവും വലിയ കാര്യവും നമ്മുടെ ദൃഷ്ടിയിലെ ഏറ്റവും ചെറിയ കാര്യവും ദൈവമാണ് റൂൾ ചെയ്യുന്നത്. മറ്റൊരു നിലയിൽ പുതിയ നിയമത്തിലേക്ക് വന്നാൽ വിലയില്ലാത്ത സ്പാരോയുടെ കാര്യം കർത്താവ് പറയുന്നുണ്ട് അല്ലേ? അതിനെയും കരുതുന്നതും അതിലൊന്ന് താഴെ വീഴണമെങ്കിൽ അവിടുന്ന് അനുവദിക്കണം. ആ ചെറിയ കാര്യത്തിലും ഗോഡ് ഈസ് റൂളിങ്. തലയിലെ മുടി താഴെ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഗൗരവാക്കുന്ന കാര്യമല്ല. ബട്ട് ഗോഡ് ഈസ് റൂളിങ് ഈവൻ ഇൻ ദാറ്റ് ഏരിയ അല്ലെ? നമ്മുടെ ആ കാര്യങ്ങളിൽ പോലും ദൈവമാണ് വാഴുന്നത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ക്ലിയർ ആയിട്ടാണ് ആ വാക്യം പറയുന്നത്. there is no boundaries set on the Lord's reign. യാതൊരു പരിധിയും അവിടുന്ന് വെച്ചില്ല. വെരി ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ വായിച്ച Psalm 93, Psalm 96, Psalm 97, Psalm 99 ആവർത്തിച്ച് പറയുകയാണ്, the Lord reigns. അതുകൊണ്ട് ദൈവത്തിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത കാര്യമൊന്നൊക്കെ ജീവിതത്തിലെ വേദനകൾ വരുമ്പോൾ പറയാം. പക്ഷെ ഓർക്കുക, ഏറ്റവും ബിഗ്ഗസ്റ്റ് കാര്യം മുതൽ ഏറ്റവും സ്മോളസ്റ്റ് കാര്യം വരെ ദൈവമാണ് വാഴുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറണം. ഈ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ നമുക്ക് ഭയം കൂടാതെ, ആൻസൈറ്റി കൂടാതെ ജീവിക്കാനായിട്ട് കഴിയും എന്ന സത്യം ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. നോക്കൂ, ഞാൻ 4 കാര്യം പറഞ്ഞു. 5ാമത്തെ കാര്യം അതിന്റെ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. 4 കാര്യം ഞാൻ പറഞ്ഞത് ഫ്രം ദാറ്റ് വെരി ഫസ്റ്റ് സെന്റൻസ്, ദ ലോർഡ് റെയിൻസ്, അതിൽ നിന്നാണ് ഞാൻ 4 കാര്യം പറഞ്ഞത്. അടുത്തത്, ഹി ഈസ് ക്ലോത്ത് വിത്ത് മാജസ്റ്റി. 2ാമത്തെ ഭാഗം നിങ്ങൾ കണ്ടോ? അങ്ങനെയെങ്കിൽ 5ാമത്തെ ആ ദൈവത്തിന്റെ വാഴ്ചയുടെ കാര്യം, ഹി റെയിൻസ് മാജസ്റ്റിക്കലി. ദൈവം
ഗംഭീരമായി മഹിമ ധരിച്ചു വാഴുന്നു എന്നാണ് ആ വാക്യത്തിന് അർത്ഥം. ദൈവം ഗംഭീരമായി മഹിമ ധരിച്ച് വാഴുന്നു. ഹീസ് ക്ലോത്ത്ഡ് വിത്ത് മാജസ്റ്റി. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹി ഹാസ് റീഗൽ അപ്പാരൽ ദാറ്റ് ഈസ് ബിഫിറ്റിംഗ് എ കിങ് ഓൺലി. ദാറ്റ് ദിസ് കിങ് ഈസ് റെഡി ടു റൂൾ എന്നാണ് അതിന്റെ അർത്ഥം. അവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ കണ്ടോ? അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ഹി ഈസ് ക്ലോത്ത്ഡ് വിത്ത് മാജസ്റ്റി. അതിന്റെ സിമ്പിൾ അർത്ഥം ആ ദൈവം റെസ്റ്റ് എടുക്കുകയാണെന്നല്ല. ഹി ഈസ് നോട്ട് ഇൻ സബറ്റിക്കൽ. ഹി ഈസ് നോട്ട് ഇൻ ദ ബെഡ്. ഹി ഈസ് നോട്ട് ലീവ്. അവധി എടുത്ത് മാറിയിരിക്കുന്ന ഒരാളായിട്ടോ, റെസ്റ്റ് എടുക്കുന്ന ഒരാളായിട്ടോ, യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഒരു രാജാവായിട്ടോ അല്ല സങ്കീർത്തനത്തിന്റെ എഴുത്തുകാരൻ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നത്. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അർത്ഥം ഹീസ് ഓൺ കോൾ, ഹീസ് ഓൺ ഡ്യൂട്ടി, സിറ്റിംഗ് ഓൺ എ ത്രോൺ ആൻഡ് സീയിങ് എവറിത്തിങ്. ഹി ഈസ് ഫുള്ളി ഡ്രസ്ഡ് അപ്പ്. ഇവിടെ ആ വാക്കിന് കൊടുത്തേക്കുന്ന മറ്റൊരർത്ഥം ഹീസ് റോബ്ഡ് in majesty, describing the regal garment worn by a victorious king after a decisive conflict. God is so depicted here with a regal grandeur, dignity and state lines. എന്ന് പറഞ്ഞാൽ അതൊരു കമന്ററിയിൽ ഒരാൾ എഴുതിയേക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ആ ടെൻസ് നോക്കിയേ, മഹിമ ധരിച്ചിരിക്കുന്നു. ഹി ഈസ് ക്ലോത്ത്ഡ് വിത്ത് മാജസ്റ്റി. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, യഹോവ വാഴുന്നു എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല സപ്പോർട്ടായിട്ട് ഇപ്പോഴും ആ രാജകീയ വസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ എവർ റൂളിംഗ് ആയിട്ടിരിക്കുന്ന മഹാദൈവത്തിന്റെ വെളിപ്പാട് സാമിസ്റ്റ് കണ്ട് പാട്ടായിട്ട് അവരുടെ ദേവാലയത്തിൽ പാടുകയാണ്. ദ ലോർഡ് റെയിൻസ് ആൻഡ് ഹി ഈസ് ക്ലോത്ത്ഡ് വിത്ത് മാജസ്റ്റി. നമ്മൾ എത്ര സീരിയസ് ആയിട്ട് ഈ വാക്യങ്ങളെയൊക്കെ കാണാറുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒന്ന് സംഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ ചില സാമം നമ്മൾ വായിക്കുമ്പോൾ ഡേവിഡിന്റെ പ്രത്യേകിച്ച് 139 ഒക്കെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണ് 139 എന്റെ മനസ്സിലിരിക്കുന്നത്. ദൈവത്തെ പറ്റിയുള്ള കാര്യം പറഞ്ഞു വന്നിട്ട് ഈ സ്റ്റാർട്ടിങ് ടു പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ആ റെയിൻ, ആ ദൈവത്തിന്റെ ആ സോവർണിറ്റി അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഡോണ്ട് വെയിറ്റ് ടു ഫിനിഷ് ദ സാം ടു പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ തന്നെ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്തോത്രം പറയുന്നവരായിരിക്കണം. നോക്കൂ, ഞാൻ 5ാമത്തെ കാര്യം വിടുകയാണ്. എന്റെ സമയം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ഇനി സെക്കൻഡ് ലൈൻ നിങ്ങൾ വായിച്ചു നോക്കിയേ. ദ ലോർഡ് ഹാസ് ക്ലോത്ത് ആൻഡ് ഗ്രൈഡഡ് ഹിംസെൽഫ് വിത്ത് സ്ട്രെങ്ത്. 6ാമത്തെ കാര്യം, ഹി ഈസ് റെയിനിങ് പവർഫുള്ളി. മാജസ്റ്റിക്കലി മാത്രമല്ല, മഹിമ ധരിച്ച് അവിടെ ഇരിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ആ സങ്കീർത്തനത്തിന്റെ അടുത്ത ലൈൻ കണ്ടോ, അവൻ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. അതിന്റെ അർത്ഥം നോ വൺ ഹാസ് ഗിവൺ ഹിം ദ സ്ട്രെങ്ത്. ഹി ഹാസ് ക്ലോത്ത് ഹിംസെൽഫ് വിത്ത് സ്ട്രെങ്ത്. നമ്മള് ന്യൂ ടെസ്റ്റ്മെന്റിലും വായിക്കുന്നുണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റിലും വായിക്കുന്നുണ്ട്. ബലവും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് വായിക്കുന്നില്ലേ? ബലവും മഹത്വവും എന്നേക്കും നിനക്കുള്ളത്. വാസ്തവത്തിൽ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും. അത് നീ ബലവും മഹത്വവും കർത്താവിന് ഇല്ലാത്ത കൊണ്ട് നമ്മൾ പറയുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. നോ, വി ആർ ജസ്റ്റ് അസ്ക്രൈബിങ്. അതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് അത് ഉണ്ടെന്ന് വി ആർ ജസ്റ്റ് അസ്ക്രൈബിങ്. നോക്കൂ, അങ്ങനെങ്കിൽ ഈ വാക്യം അത് തന്നെയാണ്. അവൻ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ദിസ് സ്ട്രെങ്ത് ബിലോങ്സ് ടു ഹിംസെൽഫ് അലോൺ. ഇതാരും അവന് കൊടുക്കണ്ട, ആരിൽ നിന്നും അവന് വാങ്ങുകയും വേണ്ട, ആരുടെയും സഹായവും വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, the importance of this line, the second line is that he reigns. Not only does he decree and issue command, but he has the power to bring it to pass. ആ മഹിമ ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നവന് തന്റെ ഡിഗ്രി നടത്താൻ, തന്റെ പർപ്പസ് നടത്താൻ ആരുടെയും ആവശ്യമില്ല എന്നാണ് 2ാം ലൈൻ പറയുന്നത്. കാര്യം അവൻ ബലം ധരിച്ചിരിക്കുകയാണ്. ഹി ഈസ് ഏബിൾ ടു ഡു ഇറ്റ്.
അവിടുന്നുള്ള കൽപ്പനകൾ, ഡിക്രികൾ എന്തവിടുന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ ബലം ധരിച്ചരയ്ക്ക് കെട്ടിയിരിക്കുന്ന ദൈവം. അന്നത്തെ രാജാക്കന്മാര് ഡിക്രി പറയുകയുള്ളൂ, ആൾക്കാർ പോണം ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ആ പറയുന്നയാള് തന്നെ ഹി ഹാസ് ദ പവർ ടു ബ്രിങ് ഇറ്റ് ടു പാസ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ആ ഒരു കാര്യം തമ്പുരാൻ തിരുവെഴുത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ഏബിൾ ടു ബ്രിങ് ഇറ്റ് ടു പാസ്. അതാ നിലയിൽ നടത്താൻ അവിടുന്ന് മതിയായ ദൈവമാണ്. ഇതാണ് നമ്മുടെ ബലം. കാരണം എന്താണ്? കർത്താവ് അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ there is no force could be oppose him. No one can prevent him. ആ ദൈവത്തിന്റെ പ്ലാൻ നശിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ദൈവത്തിന്റെ പ്ലാൻ എതിരെ നിൽക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. കാരണം എന്നാ? മഹിമ ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ആ പാട്ടുകാരൻ എഴുതിയതുപോലെ നമ്മുടെ ആത്മാവൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കേ. അവൻ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. മീനിങ് he has all power to do what he wishes. അവിടുന്ന് എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ചെയ്യാൻ അവിടുന്ന് ശക്തനാണ് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. പിന്നെ മനുഷ്യന് കർത്താവ് കുറച്ച് അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ദൈവം നൽകിയതാണെന്നാ പറയുന്നത്, അല്ലേ? അതുകൊണ്ടല്ലേ എനിക്ക് സമയം അത്രയും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലെങ്കിലും ഒരു ഉദാഹരണം പറയാം. പൈലറ്റിന്റെ മുന്നിൽ യേശു നിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് നിന്നെ വെറുതെ വിടാനും ക്രൂശിക്കാനും ഒക്കെ അധികാരം ഉണ്ടെന്ന് പീലാത്തോസ് പറഞ്ഞപ്പം നമ്മുടെ കർത്താവിന്റെ മറുപടി എന്നാണ്? സ്വർഗത്തിൽ നിന്ന്, ഞാൻ എന്റെ ലാംഗ്വേജിലാണ് പറയുന്നത്, ഒരല്പ അധികാരം തൽക്കാലത്തേക്ക് നിനക്ക് എന്ത് ചെയ്തേക്കുക, അത്രേ ഉള്ളൂ. ആര് വാണാലും ആര് ത്രോണിൽ ഇരുന്നാലും ദിസ് ഈസ് വാട്ട് സ്ക്രിപ്ചർ സേസ്. ആ മനുഷ്യന് എന്താ പറയാ, ആ ഫൈനൈറ്റ് ക്രീച്ചറിന് തൽക്കാലത്തേക്ക് ഒരു റൈറ്റ് അവിടുന്ന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീയല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള അധികാരം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഗോഡ് റെയിൻസ് പവർഫുള്ളി, ശക്തനായിട്ട് തന്നിൽ തന്നെ പറയുന്നത് ചെയ്യാനായിട്ടുള്ളതെല്ലാം ഉള്ള ദൈവം. ഇനി ആ സങ്കീർത്തനത്തിന് 1-ാം വാക്യം വായിച്ചു നോക്കിയേ. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, ബലം ധരിച്ചരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ലാസ്റ്റ് സെന്റൻസ്, ഇൻഡീഡ് ദ വേൾഡ് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്, ഇറ്റ് വിൽ നോട്ട് ബി മൂവ്ഡ്. അങ്ങനെങ്കിൽ 7-ാമത്തെ കാര്യം, ഹി റെയിൻസ് ഇമ്മ്യൂട്ടബിളി. അവിടെ ഒരു പ്രയോഗം നിങ്ങൾ കണ്ടോ? ഇൻഡീഡ് ദ വേൾഡ് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്. ഇൻഡീഡ് മീനിങ് surely this is true. That is the meaning of indeed. Behold, that is the meaning of indeed. Truly, truly, that is the meaning of indeed. This is a trustworthy saying. That is the meaning of indeed. Indeed, the world is firmly established. Meaning, he reigns immutably. കാരണം ആ ലൈൻ നമ്മളോട് പറയുന്നത് ദൈവം ഭൂലോകത്തെ ഇളകാതെ നിർത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ആരുമല്ല തീരുമാനിക്കുന്നത് ഇത് ഇളക്കണോ എന്നത്. ഇവിടുത്തെ എന്താ പറയാ, ഈ ട്രീ ഹഗ്ഗേഴ്സ് ഒന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇൻഡീഡ് ദ വേൾഡ് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്. ദൈവമാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുക. എക്കോ പേഴ്സൺ പറയുന്ന അല്ല എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. അടുത്തൊരു പദങ്ങളെ നിങ്ങൾ കണ്ടോ? ആ പദത്തിനകത്ത് ഇങ്ങനെയാണ്, ഇറ്റ് വിൽ നോട്ട് ബി മൂവ്ഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമില്ല, അവിടുന്ന് പറയാതെ മാറുകയില്ല. കാര്യം ഹീ ഈസ് ഓൺ ദ ത്രോൺ, മഹിമ ധരിച്ചിരിക്കുന്നു, പറഞ്ഞത് ചെയ്യാനായിട്ടുള്ള ബലം അരക്കി കെട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതിവിടെ ഒന്നും ഇളകുകയല്ല. പക്ഷേ നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ ബേണപ്പ് ചെയ്യും, അല്ലേ? ഇത് തിരുവെടുത്ത് അങ്ങനെ ഞാൻ എപ്പോഴും എന്റെ ചർച്ചിലും യങ്സ്റ്റേഴ്സിന്റെ മീറ്റിംഗിലൊക്കെ ആവർത്തിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് ഇന്നർ ആൻഡ് ഇൻസ്പയർഡ് ആൻഡ് ഇൻഫാലിബിൾ സ്ക്രിപ്ചർ. ദർ ഇസ് നോ എറർ. എന്തെഴുതിയിരിക്കുന്നോ എവറി വേർഡ് ഈസ് ഇൻസ്പയർഡ്, ബ്രീത്ത് ഔട്ട്. ദൈവത്തിന്റെ ബ്രീത്ത് ഔട്ട് ആണ് സ്ക്രിപ്ചർ. അങ്ങനെ
ക്രിസ്ത്യാനിറ്റിയുടെ ഫെയ്ത്ത് എന്നുള്ളത്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും അതാണ് നമ്മുടെ ഫെയ്ത്ത്. എവറി വേർഡ് ഈസ് ഇൻസ്പയർഡ്. ഇത്ര സീരിയസ് ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്ററിനെ കാണാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അന്ന് സ്വർഗീയ യെരൂശലേം താഴോട്ട് വരുമ്പോഴേ ഇതെല്ലാം കത്തുകയുള്ളൂ. കാര്യം അവൻ ഇളകാതെ, ഇൻഡീഡ് ദ വേൾഡ് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ്, ഇറ്റ് വിൽ നോട്ട് ബി മൂവ്ഡ്. ഞാൻ 1-ാം വാക്യത്തിൽ 7 കാര്യം പറഞ്ഞു. 2-ാം വാക്യത്തിൽ നിന്ന് ഒറ്റ കാര്യം പറയാം, അത്രയും പറയാനേ സമയമുള്ളൂ, ബാക്കി നമുക്ക് താഴോട്ട് കിടക്കുകയാണ്. 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യുവർ ത്രോൺ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ഓഫ് ഓൾഡ്, യു ആർ ഫ്രം എവർലാസ്റ്റിംഗ്. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു, നീ അനാദിയായുള്ളവൻ തന്നെ. ഞാൻ ആ വാക്യത്തിനകത്തുനിന്ന് ഒരു പോയിന്റിൽ ഒരു കാര്യം പറയാം, പക്ഷെ ആ വാക്യത്തെ ഞാൻ 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാനായിട്ട്. ദ ഫസ്റ്റ് പാർട്ട്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ഗോഡ്. അങ്ങനല്ലേ വായിക്കുന്നത്, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കും. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ഗോഡ്. സെക്കൻഡ്, നീ അനാദിയായുള്ളവൻ തന്നെ, മീനിങ് ഇറ്റ് കൻ നോട്ട് ബി മൂവ്ഡ്. നീ അനാദിയായുള്ളവൻ തന്നെ. 8-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡിവൈഡ് ചെയ്ത ഭാഗത്തിലെ 8-ാമത്തെ പോയിന്റ്, ഗോഡ് റെയിൻസ് ഇറ്റേണലി. 7 ഇമ്മ്യൂട്ടബിളി, 8 ഇറ്റേണലി. ദൈവം നിത്യമായി വാഴുന്നു. ഞാൻ ഈ വാക്യം വായിച്ച് എന്റെ ലോക്കൽ ചർച്ചിലൊക്കെ അല്പം സിമ്പിളായിട്ടും അല്പം സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ ചേർത്ത് പറയാറുണ്ട്. എങ്കിലും നിങ്ങൾ ആ വാക്യത്തിൽ നോക്കി, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നമുക്ക് നല്ലൊരു പാട്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലേ. അതിനർത്ഥം കഴിഞ്ഞ പ്രസിഡന്റ് ഇലക്ഷന് കർത്താവ് സോവറിനായെന്നാണോ? നോ. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. ഹി ഈസ് നോട്ട് അപ്സ്റ്റാർട്ട് സോവറിൻ, ഹി ഹാസ് നോട്ട് ഓൺലി റീസെന്റ്ലി അസ്യൂംഡ് ഹിസ് ത്രോൺ. ബാക്കി അങ്ങനെ വായിക്കുന്നത്, ഹിസ് ഡൈനാസ്റ്റി ഈസ് വെരി ഏൻഷ്യന്റ് ഡൈനാസ്റ്റി. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മുടെ കർത്താവ് നിർവാചകമില്ലേ, ബിഫോർ അബ്രഹാം വാസ് ഐ ആം. എന്താ അതിന്റെ അർത്ഥം? അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട്. അതിന്റെ അർത്ഥം ആ പുരാതനമേ അവന്റെ സിംഹാസനം ഇറ്റേണലി അവിടുന്നാണ് വാഴുന്നത് എന്നാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ഭൂലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. സാം 90 ഒന്ന് വന്നേ. സാം 90 ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാവുന്നു. വാക്യം കണ്ടോ? അതിന്റെ അർത്ഥം തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലമുറകൾ വന്നു പോയി, വന്നു പോയി, വന്നു പോയി, ബട്ട് ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ സ്റ്റിൽ. നീ തലമുറ തലമുറയാ എന്ന് പറഞ്ഞാൽ ആദാം അന്ന് വിളിച്ച യാഹുവേ നമ്മൾ ഇന്നും വിളിക്കുകയാണ് യാഹുവേ. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഹിസ് ഡൈനാസ്റ്റി ഈസ് വെരി ഏൻഷ്യന്റ് ഡൈനാസ്റ്റി. ഇത് എന്ന് തുടങ്ങി നമുക്കറിയില്ല. പുരാതനമേ, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. യുവർ ത്രോൺ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഫ്രം ഓഫ് ഓൾഡ്. അന്ന് മുതൽ. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫായിട്ടൊന്ന് ചേർത്ത് ആ ഇന്നറിന്റെ സ്ക്രിപ്ചറിനെ ഒന്ന് റീഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അതാണ് ദൈവവചനം നമ്മുടെ അകത്ത് ജീവനായി തീരുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇവിടെ ഇത്രയും നമ്മൾ ഈ 2 വാക്യം വായിക്കുമ്പോൾ തന്നെ കർത്താവിനെ മഹത്വം കരയറ്റാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലേ. വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് ദൈവാത്മാവ് എഴുതി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആ സ്പ്ലെൻഡർ ഓർത്ത്, ആ മഹത്വം ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി കരയറ്റാം. നാം ഈ ദൈവമാണ്, ദിസ് ഗോഡ് ഹു ഹാസ് ഓർഡൈൻഡ് വേർ വി വുഡ് ബി ബോൺ ആൻഡ് ഹൂ ബി അവർ പേരൻസ്. നമ്മുടെ ജെൻഡർ എന്തായിരിക്കണം, നമ്മുടെ എത്നിക് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, എല്ലാ കാര്യവും ഈ ദൈവമാണ് ചെയ്തത് എന്നാണ് ഈ 2 വാക്യം വെരി ക്ലിയർ ആയിട്ട് പറയുന്നത്. ആ ഇരിപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് ആ 2 വാക്യത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാമോ എല്ലാവരും? ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിന്റെ 2-ാമത്തെ നമ്മൾ അതിന്റെ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോവുകയാണ്. വേഴ്സസ് 3 and 4 ഞാനൊന്ന് വായിക്കാം. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവള്ളങ്ങളുടെ മുഴക്കത്തെക്കാൾ ഉയരത്തിലെ യഹോവ മഹിമയുള്ളവൻ.
simple meaning of that verse. The whole world, the entire world, raising up in hostile, a rebellion against the reign of God. നോക്കിയേ, ആ വാക്യം അങ്ങനെ തന്നെയാണോ? ഞാൻ ഈ വാക്യം നിങ്ങളോട് പറയുമ്പം രണ്ടാം സങ്കീർത്തനം പറഞ്ഞപ്പോഴും ഇതുപോലത്തെ ലാംഗ്വേജ് നിങ്ങൾ അവിടെ കണ്ടായിരുന്നോ? സെയിം കാര്യങ്ങൾ കണ്ടായിരുന്നോ? അതിന്റെ 1, 2, 3, 4 വാക്യം. Psalm 46 ഈ വാക്കുകളുണ്ട്. ഈ പ്രവാഹങ്ങൾ, the floods are lifted up, lifted up, lifted up. That verse is repeating. ആ ഒരു ലാംഗ്വേജ് എന്നുള്ളത് that is a poetic representation of the moral disorder of the present world. ഒരു പോയറ്റിക് ലാംഗ്വേജ് ആണ്. പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു പറഞ്ഞാൽ ഓരോ ലൈൻ കഴിയും തോറും അതിന്റെ ഡിഗ്രി കൂടിക്കൂടി വരികയാണ്. ഉയർത്തുന്നു, ശബ്ദം ഉയർത്തുന്നു, തിരമാലകൾ ഉയർത്തുന്നു. ദാറ്റ് ടോൺസ് meaning the rebellion against the holy God from the side of sinful people. അതാണ് ആ വാക്യത്തിന്. അതൊരു പോയറ്റിക്കൽ ലാംഗ്വേജ് ആണ്. അത് ക്ലിയർ ആക്കാനായിട്ട് ഞാനൊരു 3 ക്രോസ് റെഫറൻസ് പറയാം. നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ചു നോക്കണം. ഇനി സങ്കീർത്തനത്തിൽ ആ വാക്ക് ആവർത്തിക്കുന്നുണ്ട് പല സ്ഥലത്ത്. ഞാൻ ഈ പറയുന്ന 3 ക്രോസ് റെഫറൻസ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ ആ അർത്ഥം ക്ലിയർ ആക്കാനായിട്ട് പറ്റും. ഐസയ്യ 17:12, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17:12, ജെറമായ 6:23, 6:23, ജെറമായ 50:42, 50:42. ഈ 3 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഈ പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുക എന്നതിന്റെ അർത്ഥം ജെറമായായും യെശയ്യാവും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഐസയ്യ 17:12 നോക്കി ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. 17:12 വാക്യം ഇങ്ങനെയാണ്: അയ്യോ, അനേക ജാതികളുടെ മുഴക്കം, അവർ കടലിന്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു. അയ്യോ, വംശങ്ങളുടെ ഇരച്ചിൽ, അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരയ്ക്കുന്നു. മീനിങ് ക്ലിയർ ആയോ? അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്? ജെറമായ 6:23, ജെറമായ 6:23, അതേ അർത്ഥം വരുന്ന വാക്ക് പ്രവാചകനായ ജെറമായ ആവർത്തിക്കുകയാണ്. 6:23, അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു, അവർ ക്രൂരന്മാർ, കരുണയില്ലാത്തവർ തന്നെ, അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. സിയോൻ പുത്രീ, അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്ന് നിൽക്കുന്നു. കണ്ടോ, അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. വാക്യമുണ്ടല്ലോ. 50:42, ജെറമായ 50:42, സെയിം. അല്പം കൂടെ ക്ലിയർ ആയിട്ട് 42ാമത്തെ വാക്യം പറയുകയാണ്. 50:42, ബാബേലിന്മേൽ കടൽ കവിഞ്ഞു വന്നിരിക്കുന്നു, അതിന്റെ തിരകളുടെ പെരുപ്പം കൊണ്ടത് മൂടിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? The roaring thunder from these chaotic waters is a poetic representation of the moral disorder of the present world, especially among the Gentile nations against God and the people of God. ഇനിയും സങ്കീർത്തനത്തിൽ നിങ്ങൾ പലയിടത്ത് ഈ വാക്യം വായിക്കുമ്പോഴേ ഓർത്തോണം, ഇറ്റ് ഈസ് ദ റെബല്യൻ ഓഫ് സിൻഫുൾ പീപ്പിൾ അഗെയിൻസ്റ്റ് ഗോഡ്. അതാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. പെട്ടെന്ന് ബാക്ക് ടു Psalm 93, ഫാസ്റ്റ് ആയിട്ട്. Psalm 93, ഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ പോലെ ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റഡ് അപ്പ്. ആ വെർബ് നിങ്ങൾ കണ്ടല്ലോ, ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റഡ് അപ്പ്. ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് ഹ്യൂമാനിറ്റി. It is a picture of every generation. It is a picture of every continent. They are flood tide of iniquity lifting up, trying to down the throne of God. ആദ്യത്തെ 2 വാക്യത്തിൽ ഇരുന്ന് വാണ് ഡിക്രി എല്ലാം ചെയ്യാൻ ബലം അരയ്ക്ക് കെട്ടി ഇമ്മ്യൂട്ടബിൾ ഇറ്റേണലായ ആ ദൈവത്തിന്റെ സിംഹാസനത്തെ they are trying to raise up and wash it away. That is the meaning of that verse. അത് ഇന്ന് തുടങ്ങിയതല്ല. It has been so in the past. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇത് കാണാം. It is so in the present. നമ്മുടെ ചുറ്റും ഇത് കാണാം. It will be so in the future. നാളെ നമ്മുടെ കർത്താവ് വരാൻ താമസിച്ചാൽ നാളെയും ഇത് കാണാം. ആ ജെന്റൈൽ നേഷൻസ്, they have lifted up. They do now lift up. They will continue to lift up against holy God. 3ാം വാക്യത്തിനകത്ത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് വിവരിക്കുന്നില്ല. 3ാം വാക്യം
രണ്ട് കാര്യം അതിനകത്തുണ്ട്. ദെയർ വോയിസ് അഗെയിൻസ്റ്റ് ഗോഡ്, സെക്കൻഡ് ദെയർ വേവ്സ് അഗെയിൻസ്റ്റ് ഗോഡ്. രണ്ട് കാര്യമാണ് ആ വാക്യത്തിനകത്ത് ഉള്ളത്. അവിടെ 4-ാം വാക്യത്തിനകത്ത് നമ്മൾ കാണുന്നത് സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും, നിങ്ങൾ നോക്കിയേ, ആ 3-ാം വാക്യവും 4-ാം വാക്യത്തിന്റെ ആദ്യവും പറഞ്ഞു വരുമ്പോൾ ആ ഹ്യൂമൻ റെബല്യൻ, ആ സിൻഫുൾ റെബല്യൻ ഓഫ് ഹ്യൂമാനിറ്റി എത്രമാത്രമാണ് ദൈവത്തിനും ദൈവസഭയ്ക്കും അവന്റെ വാഴ്ചയ്ക്കുമെതിരെ ഭൂമിയിൽ നടക്കുന്നത് എന്ന് ആ പോയറ്റിക്കൽ ലാംഗ്വേജിൽ എഴുത്തുകാരൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരാമോ ആ ലാംഗ്വേജിൽ ഹോളി സ്പിരിറ്റ് എഴുതി നമുക്ക് നൽകിയേക്കുക. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇവിടെ ആ സൗണ്ട്, സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കം, മോർ ദാൻ ദ സൗണ്ട്സ് ഓഫ് മെനി വാട്ടേഴ്സ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആ സൗണ്ട് എന്നുള്ളത് ദ ബ്ലാസ്ഫമീസ് ഓഫ് ദിസ് വേൾഡ്, ദ മോക്കിംഗ് ഓഫ് ദിസ് വേൾഡ്, ദ ബോസ്റ്റ്ഫുൾ അരഗൻസ് ഓഫ് ദിസ് വേൾഡ് ടു ലീവ് ഓട്ടോണമി വിതൗട്ട് ഗോഡ്. 2-ാം സങ്കീർത്തനത്തിലും നമ്മൾ ഇത് കണ്ടായിരുന്നു. 2-ാം സങ്കീർത്തനം നിങ്ങൾ ഒരുപക്ഷെ അന്ന് നമ്മൾ കേട്ടതിന് ശേഷം നിങ്ങൾ മറിച്ച് നോക്കിയോന്ന് അറിയാൻ പാടില്ല, ഞാനൊന്ന് മറിച്ച് നോക്കാം. ആ 2-ാം സങ്കീർത്തനത്തിനകത്ത് നിങ്ങൾ കണ്ടായിരുന്നോ? രാജാക്കന്മാർ ഒന്നിച്ചുകൂടി, അധിപതികൾ തമ്മിൽ ആലോചിച്ച് നാം ഒന്നിച്ചുകൂടുക, അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. കണ്ടോ വാക്യം പോകുന്നേ? സെയിം ലാംഗ്വേജ് ഈസ് റിപ്പീറ്റിംഗ്. കണ്ടോ, രണ്ട് സാമ്പ് എഴുതിയേക്കുന്ന 2 പേരായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലങ്ങളുടെ ഡിസ്റ്റൻസും ഉണ്ട്, പക്ഷേ എല്ലാ കാലത്തും ആ റെബല്യൻ അഗെയിൻസ്റ്റ് ഗോഡ് ഈസ് ദെയർ. അത് ഇന്നും ഇവിടെ ഉണ്ട്, നാളെയും അവിടെ ഉണ്ടായിരിക്കും. ഇതിന്റെ പ്രധാന അർത്ഥം എന്നാണെന്നറിയാമോ? ആ ശബ്ദം ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദ മെനി വാട്ടേഴ്സ് ദ മൈറ്റ് ബ്രേക്കേഴ്സ് ഓഫ് ദ സീ. കാര്യം ദൈവത്തിന്റെ ആ ത്രോണിനെ എങ്ങനെ താഴെ ഇറക്കാം, ക്രിസ്ത്യൻ വെർച്യൂസിനെ എങ്ങനെ വലിച്ച് താഴെ ഇടാം, ഇതിന് നമ്മുടെ യങ്സ്റ്റേഴ്സും വേദപുസ്തകം അറിയാൻ മേലാത്തതുകൊണ്ട് അതിന്റെ കൂടെ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ റൈറ്റ്, ഈ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഡിഗ്രിയുടെ പുസ്തകം വായിക്കുന്ന ആ സീരിയസ്നെസ്സിൽ ഈ പുസ്തകം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. നമ്മൾ ഈ വൈകിട്ട് വേദപുസ്തകം വായിക്കാൻ നേരത്ത് സങ്കീർത്തനം വായിച്ച് വിടുന്ന പോലെ അത് മനസ്സിലായിട്ടൊന്നുമില്ല, നമ്മളിങ്ങനെ പറഞ്ഞു വിടുന്നതാണ്, ഇൻക്ലൂഡിങ് മീ. അങ്ങനല്ല, ഇത് ഇന്നറന്റ് ഇൻസ്പയർഡ് ഇൻഫാലിബിൾ ആണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് വായിക്കണം. അതിനുവേണ്ടി പേരൻസ് ഒന്ന് അവരെ ഉത്സാഹിപ്പിക്കണം. നോക്കൂ, ഇവിടെ ഈ റെബല്യൻ ഹ്യൂമാനിറ്റിയുടെ ആ ബ്ലാസ്ഫമി അല്ലെങ്കിൽ അവരുടെ അരഗൻസ് എന്നുള്ളത് ഇതിനെ വലിച്ച് താഴെ ഇറക്കാൻ വേണ്ടിയാണ്. പക്ഷേ 4-ാം വാക്യത്തിലും 2 കാര്യമുണ്ട്. ഫസ്റ്റ്, ദ മൈറ്റിയർ ദാൻ ദ തണ്ടർ, മൈറ്റിയർ ദാൻ ദ ബ്രേക്കേഴ്സ്. എന്താണ്? ദ ലോർഡ് ഈസ് ഓൺ ഹൈ, ഈസ് മൈറ്റി. അവരുടെ മുഴക്കത്തെക്കാൾ മഹിമയുള്ളവൻ, പെരുവെള്ളങ്ങളുടെ ഇരച്ചിലിനേക്കാൾ ഉയരത്തിലുള്ളവൻ. മൈറ്റിയർ ദാൻ ദ തണ്ടർ, മൈറ്റിയർ ദാൻ ദ ബ്രേക്കേഴ്സ്, ദ ലോർഡ് ഈസ് റൂളിംഗ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം! പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആ സിംഹാസനം, അല്ലെങ്കിൽ മറ്റു നിലയിൽ പറഞ്ഞാൽ ഡെവിളിനെ പോലും കർത്താവ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിൾ പറയുന്നത്. റൈറ്റ്? എത്ര ഉദാഹരണം വേണം? പത്രോസിനെ പാറ്റാനായിട്ട് പിശാചിനെ ഏൽപ്പിച്ചു. ആ പാതിരെല്ലാം പോയി പെന്തക്കോസ്റ്റ് ഡേയിൽ നന്നായിട്ട് പ്രസംഗിച്ചു. റൈറ്റ്? പോളിനെ കുത്താനായിട്ട് സാത്താന്റെ ദൂതനെ, അത് എന്താ പറയാ, അത് ഞാൻ എപ്പോഴും പ്രസംഗിക്കാം ദൈവം വെച്ച്. അവിടെ ആ സാത്താന്റെ ദൂതം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കൊരിന്ത്യൻ കൾട്ടിക് ടീച്ചിങ് ഒക്കെ ഒരുമിച്ച് പോളിനെ ആക്രമിക്കുകയാണ്. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. പക്ഷേ പോളിനെ ദൈവത്തിന് വേണമായിരുന്നു, പീറ്ററിനെ ദൈവത്തിന് വേണമായിരുന്നു. തെസ്സലോനിക്കിലേക്ക് പോകാൻ പോള് 2-3 പ്രാവശ്യം പ്ലാൻ ചെയ്ത് പിശാച് തടഞ്ഞെന്നാ വായിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് തെസ്സലോനിക്കിലേക്ക് എഴുതി കൊടുത്തു വിട്ടത്. അതുകൊണ്ട് നമുക്കും കിട്ടി. റൈറ്റ്? ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാവുന്നു? ഡെവിള് പോലും ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ഫോർ ദ സാന്റിഫിക്കേഷൻ ഓഫ് ഹിസ് ചർച്ച്. അതാണ് സ്ക്രിപ്ചർ നമ്മളോട് പറയുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവവചനം. ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നോക്കൂ, ഞാൻ ആ 4-ാം വാക്യവും തൽക്കാലം അങ്ങ് വിടുകയാണ്. നിങ്ങൾ നോക്കി, അവിടെ ആ സങ്കീർത്തനത്തിൽ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: ദ ലോർഡ് റെയിൻ എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ തനിക്കെതിരെ എല്ലാ തലമുറയിലും എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ശബ്ദത്തെക്കാൾ, ആ തിരമാലകളുടെ ആ ബ്രേക്കേഴ്സിനേക്കാൾ യഹോവ മഹിമയുള്ളവൻ. അങ്ങനെങ്കിൽ എന്തെങ്കിലും അവന്റെ മേളിലുണ്ട് എന്ന് പറയാനായിട്ടുണ്ടോ? ഇല്ല. സങ്കീർത്തനം 2-ൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നോക്കി ദൈവം ചിരിക്കുന്നു.
ദൈവം ചിരിക്കുന്നു. 93 സങ്കീർത്തനവും അതേ കാര്യം തന്നെ പറയുക. അവരെത്രമാത്രം ഉയർന്നാലും, എത്രമാത്രം ഉയർന്നാലും ദൈവത്തിന്റെ ആ ത്രോൺ കനോട്ട് ബി ടച്ച്ഡ്. The course of history cannot be altered. The eternal decree of cannot be changed. There is no plan B, only plan A. ദൈവം എന്ത് പ്ലാൻ ചെയ്തോ അത് നടക്കും. അതാണ് അതിന്റെ അർത്ഥം. കാര്യം അതിന്റെ മീതെയും അവൻ മഹിമയുള്ളവൻ. ഒരു 6-7 മിനിറ്റ് കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർക്കാം. അവസാന വാക്യം, ലാസ്റ്റ്. The sure revelation of God. നിന്റെ സാക്ഷ്യങ്ങൾ. പെട്ടെന്ന് സങ്കീർത്തനത്തിന്റെ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അവസാന വാക്യം വന്നപ്പോ, നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്ക് ഉചിതം തന്നെ. ഷുവർ റെവലേഷൻ. നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. അത് ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആ വാക്യത്തിന്റെ അർത്ഥം ക്ലിയർ ആവും. അതായത്, ദൈവം വാഴുന്നു, ദൈവത്തിന്റെ ഇഷ്ടം അവൻ നടത്തുന്നു, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെങ്കിൽ വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ബൈ വിച്ച് ഹി എസ്റ്റാബ്ലിഷ് ഹിസ് റെയിൻ ഹിയർ അപ്പോൺ ദ എർത്ത് മോസ്റ്റ് പവർഫുള്ളി? ഈ ദൈവത്തിന്റെ റെയിൻ എങ്ങനെയാണ് ഭൂമിയിൽ സ്ഥാപിക്കുന്നത്? ആൻസർ ഇസ് വേഴ്സ് 5. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ എന്ന് പറഞ്ഞാൽ, ദൈവം തന്റെ പ്ലാനുകൾ നടത്തുന്നത് ത്രൂ ഹിസ് ടെസ്റ്റിമോണീസ്. മീനിങ്, അവിടെ പറയുന്ന ടെസ്റ്റിമണി എന്നുള്ളത് ദാറ്റ് ഈസ് ദ സിനോണിം ഫോർ ദ ഹോളി സ്ക്രിപ്ചർ. ദൈവ വചനത്തിനുള്ളൊരു പര്യായമാണ് അവിടെ വായിക്കുന്ന നിന്റെ സാക്ഷ്യങ്ങൾ. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് വാക്യമുണ്ടോ? നിന്റെ സാക്ഷ്യങ്ങൾ. സാം 119 വായിച്ചാൽ മതി, 13 പ്രാവശ്യം ആ വാക്യമുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ വചനത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന 13 ടൈംസ്. സങ്കീർത്തനം 19:7 അതേ കാര്യം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 19:7. ആ 19:7 ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാകും. ദാറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഹോളി സ്ക്രിപ്ചർ. ദൈവവചനത്തെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം എന്നാണ്? ഇവിടെ ഈ ഡിഗ്രി എല്ലാം പവർഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് തന്റെ വചനത്തിലൂടെയാണ്. ആ വചനത്തെ പറ്റി പറഞ്ഞേക്കാണ്, യുവർ ടെസ്റ്റിമണീസ് ആർ ഫുള്ളി കൺഫേംഡ്. ഒരു സംശയമില്ല, ട്രൂലി കൺഫേംഡ്. അത് നിശ്ചയമാണ്, അത് ഉറപ്പാണ്, അത് വിശ്വാസ്യമാണ്, അത് ട്രസ്റ്റ് വർത്തിയാണ്. ഇങ്ങനെയാണ് ഈ സാക്ഷ്യങ്ങളെ പറ്റി നമ്മൾ സാം 119 വായിക്കുന്നത്. നിന്റെ സാക്ഷ്യങ്ങൾ. അല്പം കൂടെ സിംഗിൾ ആയിട്ട് പറഞ്ഞാല്, ദൈവം ഒരിക്കലും ഗോഡ് ഡസ് നോട്ട് വിസ്പർ, ഗോഡ് ഡസ് നോട്ട് മംബിൾ, ഹി ഡസ് നോട്ട് മഫിൽ ഹിസ് വോയിസ്. അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വാസ്യമാണ്. തിരുവഴുത്തിൽ എന്ത് കാര്യം ഹോൾഡ് ചെയ്താലും ഞാൻ നിങ്ങളോട് പറയാം, അത് ഇന്നറന്റ് ആണ്, അത് ട്രസ്റ്റ് വർത്തിയാണ്, അത് ഫുള്ളി കൺഫേംഡ് ആണ്. കാര്യം സ്ക്രിപ്ചറിനകത്ത് എഴുതി വെച്ചേക്കാണ്. God says, the psalmist says, your testimonies are fully confirmed, meaning they are established what was true a generation ago and 2000 years ago. ഇന്നും അത് സത്യമാണ്, 2000 വർഷം മുമ്പ് അത് സത്യമാണ്, 1000 തലമുറ മുന്നോട്ട് പോയാലും ഇറ്റ് ഈസ് ട്രൂലി കൺഫേംഡ്. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയം ഉള്ളവ. ആ വാക്യത്തിനകത്ത് 2 കാര്യമുണ്ട്. യുവർ കിങ്ഡം ഈസ് എ കിങ്ഡം ഓഫ് ഫിക്സ്ഡ് ലോ, അതാണ് ആദ്യത്തെ കാര്യം. 2, ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഇൻ ഹിസ് ഹോളിനെസ്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ലൈൻ. ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഇൻ ഹിസ് ഹോളിനെസ്. ലാസ്റ്റ് ലൈൻ എന്ന് വായിച്ചേ: ഹോളിനെസ് ബിഫിറ്റ്സ് യുവർ ഹൗസ് ഓ ലോർഡ് ഫോർ എവർ മോർ. എന്ന് പറഞ്ഞാൽ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. നമ്മളിങ്ങനെ സാധാരണ പറയത്തില്ലേ, ലൈക്ക് പ്രൊഡ്യൂസസ് ലൈക്ക്. ഈ വാക്യത്തിലേക്ക് ആ ഒരു ആശയം കൊണ്ടുവന്ന് നോക്കിയേ: ദ ഹോളി വേർഡ് ഓഫ് ഗോഡ് പ്രൊഡ്യൂസസ് ഹോളിനെസ് ഇൻ ദ ലൈവ്സ് ഓഫ് ദോസ് ഹു റിസീവ് ഇറ്റ്. ഇന്ന് രാത്രി ഹൃദയത്തിലേക്ക് ഈ വചനം സ്വീകരിക്കുന്ന ദൈവമക്കളോട് പറയാം, ലൈക്ക് പ്രൊഡ്യൂസസ് ലൈക്ക് എന്നതുപോലെ ഹോളി ആയിട്ടുള്ള ദൈവവചനം നമ്മുടെ അകത്ത് ഹോളിനെസ് പ്രൊഡ്യൂസ് ചെയ്യും. നിന്റെ സാക്ഷ്യങ്ങൾ വിശ്വാസ്യമായവ,
നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. ഇങ്ങനെ ദൈവം ഇത് വർക്കൗട്ട് ചെയ്യുന്നേ. നമ്മളെ വിശുദ്ധരാക്കുന്നു, നമ്മളെ ഹോളിയാക്കുന്നു. നമ്മൾ ഹോളി ആയി കഴിയുമ്പോഴത്തേക്ക്, സാന്റിഫൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തിന്റെ ആ റെയിനിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ നമുക്കിത് അംഗീകരിക്കാം. ഇതിനകത്ത് ആ ഹോളിനെസ് സീരിയസ് ആയിട്ട് കാണാത്ത ഒരാൾക്കും ഈ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കാരണം അവര് പറയുന്ന സർക്കംസ്റ്റാൻസസ് റൂൾ ചെയ്യും, മനുഷ്യനാണ് ഭരിക്കുന്നത്. നോ, നിന്റെ ആലയത്തിൽ, എന്റെ ഹൃദയത്തിൽ അവന്റെ ഹോളിനെസ് ഉണ്ടെങ്കിൽ എനിക്കറിയാം ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ, ഹി ഈസ് ക്ലോത്ത്ഡ് വിത്ത് മാജസ്റ്റി. John 17:17, sanctify them with the truth, your word is truth. വായിക്കുന്നില്ലേ? സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അവിടെ ഒത്തിരി കാര്യമുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുക, ആ പ്രയർ, കർത്താവിന്റെ പ്രാർത്ഥന നമ്മുടെ സാന്റിഫിക്കേഷന് വേണ്ടിയാണ്. സാന്റിഫൈഡ് ദം, ദം മീനിങ് ഓൾ ബിലീവേഴ്സ്. അവിടുത്തെ പാരാമീറ്റർ ഉണ്ട്. ആ പാരാമീറ്റർ എന്നുള്ളത് ദൈവ വചനം എന്ന ആ പാരാമീറ്റർ ആണ്. അതാണ് നമുക്ക് വിശുദ്ധി നൽകുന്നത് എന്നാണ് പറഞ്ഞത്. എന്റെ ഒരു ഫേവറേറ്റ് ഓതർ ഉണ്ട്, A.W. ടോസർ. നിങ്ങളൊക്കെ വായിച്ചിട്ട് കാണോ അദ്ദേഹത്തിന്റെ? അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് അബൌട്ട് യു, ഇറ്റ് ഈസ് വാട്ട് കംസ് ഇൻ യുവർ മൈൻഡ് വെൻ യു തിങ്ക് ഓഫ് ഗോഡ്. ദൈവത്തെ പറ്റി നമ്മൾ എന്ത് ചിന്തിക്കുമ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അതാണ് ഏറ്റവും വലിയ കാര്യം. സങ്കീർത്തനക്കാരൻ പറഞ്ഞു നിർത്തുകയാണ്, ദ ഹോളി ഗോഡ്. നിന്റെ ആലയത്തിൽ വിശുദ്ധി എന്നേക്കും ഉചിതം തന്നെ. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്കറിയാം ഗോഡ് റെയിൻസ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഫൗണ്ടേഷണൽ ട്രൂത്ത് നമ്മുടെ മനസ്സിലില്ലെങ്കിൽ, if you do not have this as your foundation, you will be scared of your shadow. നമ്മുടെ നിഴലിനെ പോലെ നമ്മൾ പേടിക്കും. പക്ഷെ ഈ ഒരു സത്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, if this is sure confidence, നമുക്കങ്ങനെ ആണെങ്കിൽ we will be stand like a brighter star in the dark night. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയണം, നമ്മുടെ ദൈവത്തെ അറിയണം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. ഓൾ ബിലീവേഴ്സ് ഷുഡ് കോൺഫിഡന്റ്ലി ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. കാരണം എന്നാ? കർത്താവ് വാഴുകയാണ്. ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി ഓൾ പ്രൈസസ് നമ്മുടെ കർത്താവിന് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ഇങ്ങനെ അങ്ങ് നിർത്താം. ദൈവമാണ് വാഴുന്നത്, നോട്ട് സൈറ്റാൻ, not man, not other god and goddesses, not world rulers, not foreign powers, not circumstances, not random fate, but God, the Lord reigns. ഈ തിരുവെഴുത്ത് നമുക്കെന്നും ജീവിക്കാൻ ബലമാകട്ടെ, കോൺഫിഡന്റ് ആകട്ടെ. നിന്റെ സാക്ഷ്യങ്ങൾ നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. വിശുദ്ധിയോടെ ഈ സത്യങ്ങൾ മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാ സാഹചര്യങ്ങളും അവിടുന്നാണ് നിയന്ത്രിക്കുന്നത് എന്ന ഉറപ്പോടെ, വേദനയിലും സന്തോഷത്തിലും തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവവചനം നമ്മുടെ ഉള്ളിൽ അതിനു വേണ്ട ആ കൃപ നൽകട്ടെ, ആ ശക്തി നൽകട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഈ തിരുവെടുത്ത് നമ്മുടെ അകത്ത് പ്രവർത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവതിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.